എല്ലാം കൈവിട്ട് പോയെന്നാ ഞാൻ വിശ്വസിച്ചേ. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് എന്റെ വാതിൽ ഒരു മുട്ട് കേട്ടു. ഈ ഷർട്ട് എങ്ങനെയുണ്ട്? ഫുൾ കൈ തയ്ക്കാൻ 2.2 മീറ്റർ വേണം. പക്ഷെ ഇത് 1.9 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹാഫ് കൈ ഷർട്ടാക്കി. അതൊക്കെ ഓക്കെ സാറേ. പക്ഷെ ഇപ്പൊ നിങ്ങൾ വന്നതെന്തിനാ? ഇപ്പൊ നീ ഞങ്ങളുടെ കൂടെ വരണം. എവിടേക്കാ സാറേ? അത് വരുമ്പോ അറിയാവല്ലോ. വാ. ഇത് എന്തോന്നോ സാറേ ഇത്? കപ്പിന്റെ കൂടെ സോദർ വരുന്ന പോലെ എപ്പോ നോക്കിയാലും ഇവര് നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഇവരാരാ സാറേ നിങ്ങളുടെ? അവൻ എന്റെ ഭർത്താവാന്ന് കരുതിക്കോ. വേറെന്താ അറിയണം? കോൺസ്റ്റബിള്, താനിനി എത്ര നാൾ കൂടെ സർവീസിലുണ്ടാവും? എന്തിനാ സാറേ? വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണോ? അല്ല, അതിനല്ല. ഞാനിവിടുന്ന് പോയിക്കോളാന്ന് കരുതി. എടോ, എന്തെങ്കിലും പറയണോ? അതേ ചോദിച്ചത് കേട്ടില്ലേ? പറയാനുള്ള ചോദിക്കേ. പറയൂ സാറേ. സാറ് ഞങ്ങൾ വിളിപ്പിച്ചതിന്റെ കാര്യം അതൊക്കെ പറയാം. കോൺസ്റ്റബിൾ, ആ മനസ്സിലായി. നോക്ക് ശിവലിംഗം, എന്താന്ന് എനിക്കറിയില്ല. ഇവരെയും നിന്നെയും എനിക്ക് വലിയ ഇഷ്ടമായി. സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സാറിന് അങ്ങനെ ഇങ്ങനെ ആരെ ഇഷ്ടപ്പെടുന്നതല്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ താനൊന്നും മിണ്ടാതെ നിൽക്കുവോ? താങ്ക് യു സർ. ഈ കാറിന്റെ കാര്യത്തിൽ നിങ്ങൾ കാണിച്ച പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളുടെ സ്വഭാവം എനിക്ക് വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടം തോന്നിയതും. സാറേ വന്നിട്ടുണ്ട്. സാർ നമസ്കാരം സാർ. അയ്യോ, എന്തിനാ നിക്കുന്ന? ഇരിക്കും സാറേ. എഴുന്നേൽക്കട പരമനാറി. എന്തു പറ്റി സാറേ? ഇത് പള്ളിയിലച്ഛനൊന്നും അല്ല, കള്ളനാ. ട്രെയിൻ ഇത്ര നീളം കൂടിയതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അതും അടിച്ചു മാറ്റിയേനെ. അതെ സാറേ, അത് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയതാ. നമ്മുടെ സ്റ്റേഷൻ കൂടെ എഞ്ചിൻ മാത്രം ഒരു തവണ പോയി പൊക്കാൻ നോക്കിയതാ, പക്ഷെ നിർത്തിയില്ല. ഒന്ന് ചുമ്മാ ഇരിടൂ. ഞങ്ങളുടെ സാറ് കൈ കാണിച്ചാൽ പോലും ട്രെയിൻ നിക്കത്തില്ല. പിന്നെ സാറിന്റെ അടുത്ത് നിക്കല, പിന്നെ തന്റെ അടുത്ത് നിക്കോടോ രാഘവേന്ദ്ര? അല്ല, താനാ പറഞ്ഞത് കറക്റ്റ്. അതെ, നോക്കിയേ, താനൊരു കാര്യം ചെയ്തു തരണം. എന്താന്ന് പറഞ്ഞാ മതി സാറേ. ഒരു കാറ് മോഷ്ടിക്കണം. കാറ് മോഷ്ടിക്കണമെന്നോ? കാറെന്ന് കേട്ടിട്ടില്ലേ? എന്റെ സാറേ, ഒരു ദിവസം ഒരു പെട്ടി കിടന്ന് കുറച്ച് ചില്ലറ എടുത്തേന് എന്നെ കൈയോടെ പൊക്കിയതാ. ഓടിച്ചിട്ട് തല്ലേ ചെയ്തില്ലേ? എന്നിട്ട് ഇപ്പൊ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തി കാറ് മോഷ്ടിക്കണമെന്ന് പറഞ്ഞ എങ്ങനെയാ സാറേ? വേണ്ട സാറേ, വെള്ളം ഒഴിക്കാതെ മദ്യം കുടിക്കാൻ പാടില്ലെന്നാ. കൊടല് കരിഞ്ഞു പോകും സാറേ. മര്യാദയ്ക്ക് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഉള്ള കേസെല്ലാം തല കെട്ടി വെച്ചാൽ അകത്തേക്ക് തള്ളും ഞാൻ. സർ, നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താ? അത് പിന്നെ മംഗള മാഡം, ഈ ജമാലിന്റെ കേസിൽ കാറിന്റെ യഥാർത്ഥ ഓണേഴ്സ് നിങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി എനിക്കതിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആത്മാഭിമാനമുള്ളവനായിരുന്നെങ്കിൽ അവനാ കാറ് നിങ്ങൾക്ക് തരുമായിരുന്നു. എന്നാ ന്യായമൊക്കെ അവന്റെ ഭാഗത്തായി പോയി. അതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. സാറ് പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ കാറ് മോഷ്ടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ കുറെ പ്രശ്നം ഉണ്ടാവില്ലേ? അതിരിക്കട്ടെ, നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ ജമാലിനിട്ട് ഒരു പണി കൊടുക്കണമെങ്കിൽ ഒരേ ഒരു വഴി ഇത് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റബിളെ, അതങ്ങെടുക്ക്. ഇതാണ് ആ കാറ്. സാറേ, സാറ് ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാ ഈ കാര്യം ഞാനേറ്റു സാറേ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. തന്റെ കണ്ടീഷൻ പറ കേക്കട്ടെ. ഒരു ക്വാർട്ടർ ലോക്കൽ വിസ്കി. ഇവനെ കൊണ്ട് സാറിന് വേണ്ടല്ലേ? ചേച്ചിക്ക് കാല് ചെരുപ്പോടൊപ്പം തരട്ടെ. അപ്പോഴേ ശിവലിംഗം, ആ വിസ്കിയുടെ കൂടെ ഒരു സോഡ, പെപ്പർ ചിക്കൻ, പനീർ ബട്ടർ മസാല, 2 കുബ്ബൂസും ഒരു അൽഫാമും, പിന്നെ കഴിച്ചതിന് ശേഷം ചവയ്ക്കാനായിട്ട് 2 മുറുക്കാൻ കൂടി എടുത്തേക്ക്. തനിക്ക് എത്ര മതിയോ? എന്നാ പിന്നെ എന്നെ വീട്ടിലും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്തൊക്കെ. പട്ടിണി മാറ്റിയവർക്ക് എല്ലാം പുണ്യം കിട്ടട്ടെ. സാറേ, ഈ മുറുക്കാനം കൂടെ ചവച്ചു. താങ്ക്സ് സാർ. പിന്നെ ആരുടെ കാർ എടുത്തോണ്ട് വരാൻ പറഞ്ഞേ? ഇവന്റെ കാർ തന്നെയാടാ. ഓഹോ, ഇതാ പിടിച്ചോ. അപ്പോഴേക്കും കാർ ഓടിക്കുന്നു. കഴിവേറുടെ മോൻ. ഇപ്പഴാ കാർ എടുത്തോണ്ടൊന്ന് വേറൊരുത്തിനെ സെറ്റിൽ ചെയ്യാൻ നോക്കിയത്. അപ്പോഴേക്കും സാർ വിളിപ്പിച്ചു. കണ്ടില്ല ഇവനെന്ത് ഭയങ്കര കാറപ്പൊ സെറ്റ് ചെയ്തോ? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്ന അതില. ഇവന്റെ ധൈര്യം കണ്ടില്ല സാറേ, ഇങ്ങനെ വിടാൻ പാടില്ല. വേറെ നിവൃത്തിയില്ല സാറേ. മോഷണം എന്നൊക്കെ പറഞ്ഞൊരു കലയാ സാറേ, കല. വേഗം ചെല്ല്, പുറത്ത് ഗേറ്റിനപ്പുറത്ത് കാർ കിടപ്പുണ്ട്, എടുത്തോ. സാറേ, ഒരു ചെറിയ കാര്യം പറയാനുണ്ട് സാറേ. സാറിന്റെ കാല് പിടിച്ച് ഞാൻ കെഞ്ചി പറയാ, ഇനി മുതൽ ഇങ്ങനെയുള്ള ജോലി എന്നെ ഏൽപ്പിക്കരുത്. ഞാൻ വരട്ടെ സാറേ. ചേച്ചി, എന്നാ ഞാൻ ഇപ്പൊ ഈ കാറ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? അതായത് ശിവലിംഗം, ഈ കാർ ആരുടെയും കണ്ണിപ്പെടാതെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചേക്കണം. ബുധനാഴ്ച വൈകുന്നേരം എന്റെ മാമയുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. മാമന്റെ വീടല്ലേ സാറേ? എടോ രാഘവേന്ദ്ര, അത് തന്നെ, മാമന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് പറയാം. പിന്നെ ഒരു കാര്യം, ഈ കാർ അതുവരെ ഒരു കുഞ്ഞു പോലും കണ്ടുപോരുത്. ശരി സാറേ. നമുക്കെന്നാ ഇറങ്ങിയാലോ? അതുപോട്ടെ, കല്യാണം എപ്പോഴാ മേഡം? എടിയേ, എന്താ? ഇതാ കാറിന്റെ ചാവി. കാർ എടുത്ത് അകത്തേക്ക് ഇട്ടേക്ക്. ശരി. നീ പോയിട്ട് ഇനി എന്നാടാ തിരിച്ചു വരുന്നേ? വ്യാഴാഴ്ച പോയിട്ട് വാ.
സോറി സാറ്, സാറിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടല്ലേ? കാർ ഇങ്ങനെ വഴിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയാലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ. സാറ് വലിയ ഒന്ന് പോടാ. മുരുക. അതെ ചേട്ടാ, എന്താടി പറ. ശിവലിംഗത്തിന്റെ കാറിന്റെ ചാവി നമ്മുടെ കയ്യിലല്ലേ ഉള്ളത്? അതെ. ആ കാറാണെങ്കിൽ കാർ ഷെഡിൽ ചുമ്മാതെ കിടക്കുക. അതിനിപ്പോ എന്താ? അതുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി പൂജ ചെയ്യാൻ പാടില്ലായിരുന്നോ? ആയുധ പൂജ. ആ കാർ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഓ, എടുത്തോട്ട് വാടാ. എന്തു പറ്റി സാറേ? എന്നെ ഇൻസ്പെക്ടർ ശരവണ സുബ്ബയ്യ എന്നാ വിളിക്കാറ്. എന്നെ എല്ലാരും ആറുമുഖം എന്നാ വിളിക്കാറ്. കാര്യം എന്താ സാറേ? തന്റെ പണി തീർക്ക്. അല്ല സാറ് പറഞ്ഞോ. ആ പൂജ തീർക്കടോ. സാറ് കാര്യം എന്താന്ന് പറയാ. തന്നോടല്ലേ പറഞ്ഞ പൂജ തീർക്കാൻ. ചെയ്യടോ. മുരുക ഭഗവാനെ. എന്റെ നെഞ്ചത്തോട് കാണിക്കാതെ കാറിന് ചെയ്യടോ അത്. മുരുക. ഹലോ, ഞാൻ എന്താ പറഞ്ഞെന്ന്? കാറൊരു കുഞ്ഞു പോലും കാണരുതെന്ന് പറഞ്ഞതാ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ ഒരു വെളിവില്ലേ? നിങ്ങളെന്താ ഇന്നലെ ജനിച്ചു വിടുന്നതല്ലോ? നിങ്ങൾക്കെങ്കിലും വിവരം വേണ്ടേ? നിങ്ങളൊരു ടീച്ചറല്ലേ? ഈ ജമാൽ നീ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. ഞാൻ ജയിലിൽ കിടന്നപ്പോ തന്റെ ആൾക്കാർ ഇതുപോലെ എന്റെ മുഖത്ത് തുപ്പി. അല്ല സാറേ, നിയമം സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ആളല്ലേ താൻ. താനിങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞാൻ കാണിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്റെ സാറേ, മനസ്സിലായ? ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് എന്ത് ശിക്ഷ വേണമെന്ന് തന്നോളൂ സാറ്. ഇൻസ്പെക്ടർ സാറ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ദയവേത് ഞാൻ പറയുന്നത് മനസ്സിലാക്ക് സാർ. എനിക്കിപ്പോ നിനക്ക് എന്താ വേണ്ടേ? അപ്പാജി എന്ന് പേരുള്ള ആ പോലീസുകാരൻ നേരെ ജയിലിൽ പോയി കിടക്കണം. ശിവലിംഗത്തിന്റെ പേരിൽ എന്റെ അപ്പം കൊടുത്ത DD അവൻ തന്നെ ക്യാഷാക്കി മാറ്റി നേരെ എന്റെ കൈ കൊണ്ടും തരണം. പിന്നെ ആ കാറുകൂടെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടേക്കണം. ഇനിയിപ്പോ ഇതുപോലെ നടക്കും. സർവീസിൽ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളാ. നിങ്ങളുടെ ഷർട്ടും കേസരിയും സ്വഭാവമൊക്കെ കണ്ട് മനസ്സറിഞ്ഞ് ചെയ്തു പോയതാ. സാർ, ഒരു അക്ഷരം വേണ്ടരുത്. ഐ എം സോറി. ടെൻഷൻ താങ്ങാനാവത് പറഞ്ഞു പോയതാ. എനിക്ക് മനസ്സിലായി സാർ. സർ, ഞാനൊരു കാര്യം പറയട്ടെ. വേദനകളെ സഹിക്കുന്നത് വേറെ, വേദനകളെ എതിർക്കുന്നത് വേറെ. എന്നുവെച്ചാ വേദനകളെ സഹിക്കണമെന്ന് തീരുമാനിച്ച ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിനെതിരെ പ്രതികരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. എന്താ ശരിയല്ലേ ശിവലിംഗം? അവനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്താലും ബാക്കി കാണാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എന്തോ ഒന്ന് പറയുമല്ലോ. എന്താ അത്? താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീഴും. അത് തന്നെ. നമ്മൾ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടുവന്ന ആറുമുഖം എന്ന് പറയുന്ന മനുഷ്യനെ ഇതുപോലെ തൂക്കിയിട്ട കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? എന്താടോ ജമാലെ, പുതിയ പരിപാടികളാണല്ലോ. ചെറുപ്പം മുതൽ അവനൊരു ഭ്രാന്തനാ. ഇപ്പൊ ആള് സൈക്കോപാത്തായി മാറി. മാമ പറയണത് മനസ്സിലാക്ക് സാറേ. മനുഷ്യനായി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വെളിത്തനം വേണം. ഇല്ലെങ്കിലേ ഈ ഉണങ്ങിയ റൊട്ടി പോലെ ആയിപ്പോയി ജീവിതം. ഇപ്പോഴേ സാറിന്റെ കാര്യം തന്നെ ആലോചിച്ചു നോക്ക്. നല്ല സർക്കാർ ജോലി, ആവശ്യത്തിന് ശമ്പളം, പെട്രോൾ അടിക്കാൻ കാശ്, ഷൂവില് പോളീഷ്, അതൊക്കെ പോട്ടെ, കറണ്ട് കാശ് വരെ ഫ്രീ അല്ലേ? ഇത്രയൊക്കെ കിട്ടിയിട്ടും സാറിനെ എന്റെ കാശ് നക്കാനായിട്ട് ഇഷ്ടമല്ലേ? ഇതൊരു സൈക്കോത്തനല്ലേ? കള്ളത്തമ്പാടി, നീ ചെയ്യുന്നതൊക്കെ ഭ്രാന്ത്, സൈക്കോപാത്ത്. പക്ഷെ നീ സംസാരിക്കുന്നത് ഫിലോസഫി. എന്തേ സാറിന്റെ കിറുക്കന്മാരെ ഒന്നും ഈ പകുതി കാണില്ല?
ഹലോ മാമോ. നമസ്കാരം. വന്നാട്ടെ ഇൻസ്പെക്ടർ അപ്പാജി സാറേ. അല്ല സാറേ, എനിക്കൊരു ചെറിയ സംശയമുണ്ട്. സാറിനെ ഇൻസ്പെക്ടർ അപ്പാജി സാറേ എന്ന് വിളിക്കണോ അതോ കള്ള ഇൻസ്പെക്ടർ അപ്പാജി സാറേ എന്ന് വിളിക്കണോ എന്നുള്ളതാ. പറയ് സാറേ. അതല്ല, എടാ തെമ്മാടി അപ്പാജി എന്ന് വിളിക്കണോ ഞാൻ? എങ്ങനെ വിളിക്കണ്ടെന്ന് പറ സാറേ. ശിവലിംഗം. അതെ, കൈ കിട്ടിയ കൈയും കാലം തല്ലുപിടിക്കാത്ത സംസാരിച്ച് നിൽക്കുന്നെന്തിനാ? അവനൊരു പഠിച്ച കളനല്ലേ? ഇവനേക്കാ നോക്കിയേ, കുറച്ചും കൂടെയൊക്കെ മര്യാദയ്ക്ക് സംസാരിച്ചോണം. നിന്നോടൊക്കെ ഞങ്ങള് മര്യാദ കാണിക്കണമെന്നോ? ഭിക്ഷക്കാർക്ക് വേണമെങ്കിൽ മര്യാദ കൊടുക്കാം, പക്ഷെ നിന്നെ പോലുള്ള കള്ളന്മാർക്കൊന്നും കിട്ടില്ല. ദൈവം എന്തായാലും ഭയങ്കര സംഭവ. അതുകൊണ്ടായിരിക്കും ഇതൊന്നും കാണിക്കണ്ടെന്ന് കരുതി കണ്ണെടുത്തോണ്ട് പോയത്. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കണം അപ്പാജി. ഈ കള്ളത്തരം കാണിക്കണവനെ പിടിച്ച് അകത്തിടാതെ അവനെ കൊണ്ട് തന്നെ കാർ വീണ്ടും മോഷ്ടിച്ച് ഇവന്റെ കൈ കൊണ്ടു കൊടുക്കുന്ന പരിപാടിയെ കാണിച്ച തന്നെ എന്റെ ഷൂരി അടിക്കണോ അതോ പോലീസ് ഷൂ കൊണ്ട് തന്നെ അടിക്കണോ? എടാ കള്ളത്തമാടി, പോലീസിന്റെ ഷൂ ഊരി പോലീസിനെ അടിച്ച ഞങ്ങക്ക് നടക്കടാ. ശരിയല്ലേ? അപ്പൊ സാറ് തന്നെ പറ, എങ്ങനെ അടിക്കണേന്ന് പറ. പബ്ലിക്കായിട്ട് തല്ലാനാണെങ്കിൽ പോലീസിന്റെ ഷൂ വേണ്ട, പക്ഷെ ഇവിടെ വെച്ച് അടിക്കുന്നെങ്കിൽ പോലീസിന്റെ ഷൂ കുഴപ്പമില്ല. ഇത് പിടിക്കേ, ഈ ഷൂ കൊണ്ട് അടിക്കണം. എന്തെന്നാണ് തന്റെ ഷൂ വെച്ച് തന്നെ ഞാൻ അടിക്കണോ? എവിടെ പോടാ? പിടിക്കേ, ഇതോടെ അടിക്കേ. ഇത് വാങ്ങിച്ചടിക്കാൻ മര്യാദക്ക് സംസാരിക്കണോ? നിന്നോടൊക്കെ എന്ത് മര്യാദ കാണിക്കാനാ? നിന്നെ പോലെ റൗഡികളോടൊന്നും എനിക്ക് മര്യാദ കാണിക്കേണ്ട ആവശ്യമില്ല. നീ അടിക്കടാ. സാറ് കാര്യങ്ങളെ അവര് രണ്ടുപേരും കൂടെ തീർക്കും. അതിന്റെ ഇടയിലേക്ക് മോൻ തൽക്കാലം പോവണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി എന്ന് യാചിക്കുക. ഇതിൽ ഇൻസ്പെക്ടർ സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എടാ ശിവലിംഗം, അവന്റെ മുമ്പിലൊന്നും താഴാ. എടാ, ഇതിനെല്ലാത്തിനും ഉത്തരവാദി ഞാനാ. നീ എന്നെ എന്ത് ചെയ്യുന്ന? നിനക്കൊരു പണി തരാൻ വേണ്ടി തന്നെയാ ഒരു കള്ളനെ വിളിച്ചു വരും. ഞാൻ തന്നെ നിന്റെ കാർ മോഷ്ടിക്കാൻ പറഞ്ഞേ. നീ എന്ത് ചെയ്യടാ? എന്നെ നീ അകത്താക്കോ അതോ ഇപ്പൊ ഇവിടെ വെച്ച് നീ എന്നെ അങ്ങ് തീർത്തുകള്? പറയടാ, നീ എന്താ ചെയ്യേ? അയ്യോ വേണ്ട സാറ്, ഞാൻ പറയുന്നു. ഒന്നും മിണ്ടായിക്കളാ. ഇവൻ എന്താ ചെയ്യുന്നത് കാണാലോ. വാടാ, വന്ന് മുട്ടി നോക്കടാ. വാടാ. നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു തന്ന കാറ് തട്ടിയെടുത്തത് തെറ്റാണ്. അതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു നിൽക്കില്ല. ഇവിടേക്ക് ഞങ്ങൾ എന്തിനാ വന്നതെന്നറിയോ? ഞങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. നീ എന്തെങ്കിലും ഒന്ന് പറയൂ ശിവലിംഗം. നോക്ക്, ആ പറഞ്ഞതാ കാര്യം. ഡീഡ് ക്യാഷ് ആക്കിയിട്ട് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചേക്കാം. അതും പറ്റില്ലെങ്കിൽ എന്റെ സ്വപ്നമായിട്ടുള്ള കാറ് ഞാൻ തന്നേക്കാം. പക്ഷെ ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഇൻസ്പെക്ടർ സാറിന് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? സാരമില്ല സാറ്, എനിക്ക് കാറിനേക്കാളൊക്കെ പ്രധാനം നിങ്ങളൊക്കെ. ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ? ശിവലിംഗം, ഇവർക്കൊക്കെ വേണ്ടിട്ട് നീ എന്തിനാ നിന്റെ സ്വപ്നം കൈവിട്ട് കളയുന്ന? മര്യാദയ്ക്ക് കാശ് കൊടുത്ത് കാർ എടുത്തോണ്ട് വാ. പകരം ഇവൻ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. മംഗള മാഡം, ഞാൻ പറയുന്ന ഒന്ന് ദയവേത് കേൾക്ക്. പറയുന്നത് കേൾക്കേണ്ട ഞാനല്ല, ആ നിൽക്കുന്ന അയാളാ. മാവോയ്, ഈ കംപ്ലീറ്റ് പരിപാടിയുടെ ആണിക്കല്ലത് ഈ ചേച്ചിയാന്ന് തോന്നണേ. എന്തൊരു ബാക്ക് സപ്പോർട്ടാ. താങ്ക് യു മോനെ ശിവലിംഗം. ഇത്രയും വലിയൊരു ബാക്കപ്പ് ഉണ്ടായിട്ടും നീ ആ കാറിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്ന എന്തിനാന്ന് മനസ്സിലാവാത്ത? നിങ്ങളുടെ വാപ്പ എന്നോട് കാറ് പൊന്നു പോലെ നോക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വാക്ക് കൊടുത്ത പോലെ ഞാൻ എന്റെ വാക്ക് പാലിച്ചു. അല്ല, ഇതെന്താ വീണ്ടും പഴയ കാര്യങ്ങൾ എന്തിനാ സംസാരിക്കുന്നത്? കാർ വിട്ടുതരാൻ പറ്റില്ല. അതെ ശിവലിംഗം. നോക്ക് സാറ്, നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ നിന്ന യുവമാരുടെ അടുത്തുനിന്നൊക്കെ നമുക്ക് ഇനിയും ദ്രോഹങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് ഇവിടെ വെച്ച് വിട്ടുകഴിഞ്ഞാൽ അതോടെ നമുക്ക് പ്രശ്നങ്ങൾ തീരും. അതൊന്ന് മനസ്സിലാക്കുക സാറ്. നോക്ക് ജമാൽ, ഒരു കാറ് പോകത്തിന് ഒരു മനുഷ്യനൊരു സ്വഭാവമുണ്ട്. അതില്ലാതെ ഒരു മനുഷ്യന് ഇവിടെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൽ ഞാൻ എങ്ങനെ ഉള്ളതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ക്യാരക്ടർ ഉണ്ട്, എനിക്ക് അതുപോലെ ജീവിക്കാനും പറ്റത്തുള്ളൂ. ഇനിയിപ്പോ ഞാൻ അത് മാറ്റേണ്ടി വന്നാൽ നമുക്ക് രണ്ടുപേർക്കും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ പോട്ടെ. എടാ ചെറുക്കാ, കാര്യം നിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമൊക്കെ തന്നെയാ. പക്ഷെ അത് ഇവിടെ വേണ്ട. കാരണം ഒരുപാട് സംസാരിച്ചാലേ ഈ സ്ഥലം പെശക. ഇവിടുന്ന് എന്റെ ശരീരം മാത്രമേ വീട്ടിലെത്തുള്ളൂ. ജീവനും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കണ്ട. ഒന്നിങ്ങോട്ട് നോക്കിയ മോനെ, നിന്റെ ആൾ ഇവിടെ കിടക്കുന്ന കണ്ടാ? സാറ് സാർ സാർ എന്ത്? ഹലോ 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 സാറ് വെറുതെ ടെൻഷൻ ആവാതെ. ബോധം പോയതേ ഉള്ളൂ, ചത്തിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ചത്താ തന്നെ കത്തിക്കാനുള്ള സ്ഥലമൊക്കെ എനിക്കറിയാം. ഇനി കുഴിച്ചിടാനാണെങ്കിൽ തല നീ തന്നെച്ചാ മതി.
ശിവലിംഗം! ദശഗുണ